മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ. പിന്നെ ഇതിപ്പം തുടരും വന്നത് ഒരു ഭാഗ്യത്തിന്റെ പുറത്ത്, അല്ലാതെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടോ ഒന്നുമല്ല. ജെയ്ക്ക് ചേട്ടന് അന്നൊരു ശബ്ദ ഓർമ്മയുണ്ടായിരുന്നു, അത് വന്ന് വിളിച്ചു. ഗോകുലിന്റെ വഴി ഇതാണ് എന്ന് ഗോകുൽ ഏത് ഏജിലാണ് ഗോകുൽ ശരിക്കും തിരിച്ചറിയുന്നത്? അത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. കേൾക്കാൻ കൊള്ളാവോ അങ്ങനെ ആയിരുന്നു ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്, അല്ലാതെ അഭിമാനം കൊള്ളുന്ന ഒന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് ഗോൾഡൻ ചെയർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സെക്കൻഡ് ചെയറിലിരിക്കുക. ഞങ്ങളുടെ ഡയറക്ടർ നോക്കുന്നുണ്ട്, ഇവൻ ഇത് എങ്ങനെ ഇവിടെ കയറിയിരിക്കുന്നത്. പാട്ട് അങ്ങനെ ഒരു ജോലിയായിട്ട് എടുക്കാൻ താല്പര്യമില്ല. പ്രോഗ്രാംസ് വരുമ്പോഴും നല്ല നല്ല ഓഫേഴ്സ് വരുമ്പോഴും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കണ്ണിൽ കവിതയുമായി 2-3 ദിവസം അടുപ്പിച്ച് ഗ്രൂമിങ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ദിവസം നമ്മൾ ചിലപ്പോൾ ഭയങ്കര തെറ്റായിട്ടായിരിക്കും പാടുന്നത്. 2-ാമത്തെ 3-ാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെയാണ് നമ്മൾ സ്റ്റേജിൽ പാടുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പാടുന്നത്. 17-18 പ്രായം. Life came full circle. The very stage that watched him walk away invited him back, not to compete but to celebrate. ഗൂഗിൾ സിൽവർ ടൈംസിലേക്ക് സ്വാഗതം. താങ്ക് യു. സ്റ്റാർ സിംഗർ സീസൺ 9 എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെഞ്ച് ഓഫ് ടാലൻസിൻ്റെ ഒരു കോമ്പറ്റീഷനായിരുന്നു. മറ്റ് പല കോമ്പറ്റീഷൻസും വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫൈനൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ 9 എന്ന് പറയുന്നത്. അതിൽ ഫൈനലിസ്റ്റ് ആവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അതിന് മുമ്പ് ഔട്ടായിപ്പോയി. അതിന് ഗൂഗിൾ അതിന് പടിവാതിക്കലെത്തി, എങ്കിലും നിർഭാഗ്യവശാൽ ഫൈനലിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. തുടരും സിനിമയിലെ ആ മനോഹരമായ ഗാനം പാടി അവിടെ ഒരു ഗസ്റ്റായിട്ട് വരികയാണ്. അന്ന് ചിത്ര ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, ഗൂഗിൾ ഞങ്ങൾ സ്റ്റാർ സിംഗർ ഗൂഗിളിനോടൊരു കടം വീട്ടലാണ് നടത്തുന്നത്. അത് ശരിക്കും വലിയൊരു ഇമ്മൻസ് ട്രാൻസ്ഫോർമേഷനായിരുന്നു. ഫ്രം ആ ഫൈനലിസ്റ്റായി അത് നിർഭാഗ്യവശാൽ അത് കിട്ടാതെ പോയി. അതിന് ശേഷം വരുന്നു, ഒരു ഗസ്റ്റായിട്ട് വരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു ജേണിയെ? എന്താ പറയുക, ഒരു ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അറിയില്ല, അതിങ്ങനെ ഒരു ഞാനങ്ങനെ ഗസ്റ്റായിട്ട് വന്നു അങ്ങനെ ഒരു അഭിമാനം കൊള്ളുന്നൊന്നും അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഒത്തിരി സന്തോഷം, കാരണം ഫിനാലയിൽ വരെ എത്തി. എനിക്ക് ഒന്ന് പാടാനും പറ്റി. അതേസമയം എനിക്ക് അന്ന് ജഡ്ജായിട്ട് വന്ന ഹരിജിയുടെ കൂടെയാണ് ഞാൻ വീണ്ടും തുടരുമിൽ ഒരു ഡിവറ്റ് പാടാൻ പറ്റിയത്. പിന്നീട് അവിടെ ഗസ്റ്റായിട്ട് വരാൻ പറ്റി, അതിലൊക്കെ ഒത്തിരി സന്തോഷം. ഗൂഗിൾ നമ്മളിപ്പം ചെറുപ്പകാലത്തിൽ ഇപ്പോൾ കുട്ടികൾ പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ പല പിള്ളേർക്കും അവൻ ചെറുപ്പത്തിൽ കുറഞ്ഞായിട്ട് പാടുമായിരുന്നു, അവനൊന്ന് പാട്ട് പഠിപ്പിക്കാൻ വിട്ടേക്കാം, അല്ലെങ്കിൽ പടം വരയ്ക്കുമായിരുന്നു, അവനെ ഡ്രോയിങ്ങിന് വിട്ടേക്കാം, അങ്ങനെ ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട്, അങ്ങനെ ചിന്തിക്കാത്തവരുണ്ട്. ഗൂഗിളിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡിൽ ഗൂഗിളിൻ്റെ ഈ ഒരു പാട്ടിലേക്കുള്ള കടന്നു? ഗൂഗിളിൻ്റെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞത് ഗൂഗിൾ തന്നെയാണോ അതോ പേരൻസ് ആയിരുന്നോ? തീർച്ചയായിട്ടും പേരൻസ് തന്നെയാണ്. ഞാനൊരു 3-4 വയസ്സ് മുതൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പാടുമായിരുന്നു. പാടുന്ന സെൻസ് ചെറിയ റൈംസ്, കാക്കേ അങ്ങനത്തെ ഒക്കെ എപ്പോഴും പാടുമ്പം സന്തോഷം, പാട്ടുകൾ വരുമ്പം സന്തോഷം. പിന്നെ അവിടെ ചെറിയൊരു ഓർഗൻ പോലെ എനിക്ക് ഇങ്ങനെ മാമൻ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അടിച്ചടിച്ച് അപ്പം അവർക്ക് ഇങ്ങനെ തോന്നി എന്തോ ഒരു പാട്ടിനോടൊരു ഇതുണ്ടെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് 4 വയസ്സിൽ അവർ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അങ്ങനെ പിന്നെ പാടി അങ്ങനെയാണ് വന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഇപ്പോൾ കുഞ്ഞുനാളായിരിക്കുമ്പോൾ പാടുന്നത് കഴിഞ്ഞ് ശബ്ദത്തിനൊക്കെ ചേഞ്ചൊക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഗൂഗിളിൻ്റെ വഴി ഇതാണ് എന്ന് ഗൂഗിൾ ഏത് ഏജിലാണ് ഗൂഗിൾ ശരിക്കും തിരിച്ചറിയുന്നത്? അത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാനങ്ങനെ ചെറുതിലെ പാടുമായിരുന്നു, ക്ലാസ്സിൽ, കൊയറിൽ, മറ്റേ എന്താ പറയുന്നത് CBSE കലോത്സവം ഇതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഒരിക്കലും പാട്ടൊരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് ഞാൻ ഇതുവരെയും എന്താ പറയുക തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അത് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഡെഫിനറ്റ്ലി ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ട്, ഇനിയും ലോങ് റണ്ണിൽ എങ്ങനെയായിരിക്കും. ഇപ്പം എനിക്കൊരു ബാൻഡുണ്ട്, അതെങ്ങനെ പോകും എന്നനുസരിച്ചേ ഞാനത് എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു തൊഴിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ സൈക്കോളജി PG കംപ്ലീറ്റ് ചെയ്ത ആളാണ്.
അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പാട്ട് അങ്ങനെ ഒരു ജോലിയായിട്ട് എടുക്കാൻ താല്പര്യമില്ല. പ്രോഗ്രാംസ് വരുമ്പോഴും നല്ല നല്ല ഓഫേഴ്സ് വരുമ്പോഴും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഗൂഗിൾ ഇപ്പം ശരിക്കും ഇപ്പം സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഇപ്പം ജോലിയായിട്ട് ചെയ്യാണ്. ഇപ്പം ശരിക്കും സിംഗിങ് അല്ലെങ്കിൽ എല്ലാ ആളുകളും പൊതുവെ പറയാറുണ്ട് നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണോ ഈ ഒരു എഡ്യൂക്കേഷനെ ശരിക്കും ഗൂഗിൾ കണ്ടത്, അതോ ഗൂഗിളിൻ്റെ താല്പര്യമായിരുന്നോ സൈക്കോളജി ആ ഒരു മേഖലയോട് താല്പര്യമായിരുന്നോ? കറൻ്റ്ലി ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല, ഇപ്പം ഞാൻ പാട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഒരിക്കലും ആയിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ആൾക്കാർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഓരോ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഓരോ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സൈക്കോളജി എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി പറഞ്ഞു. അതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ, അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. അപ്പോൾ അങ്ങനെ താല്പര്യത്തോടെ തന്നെയാണ് ഡിഗ്രി പഠിച്ചതും PG പഠിച്ചതും. PG കഴിഞ്ഞ് ആണ് ഇങ്ങനെ ഒരു ഓഡിഷൻ വന്നു, അങ്ങനെ പങ്കെടുത്തു. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടി കറക്റ്റ് സമയത്ത് തന്നെ PGയും കഴിഞ്ഞു. അപ്പം സ്റ്റഡീസിനെ എഫക്റ്റ് ആയില്ല. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ഒരിക്കലും ബാക്കപ്പ് പ്ലാൻ ആയിരുന്നില്ല, എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ എടുത്തത്. ഗൂഗിൾ ഇപ്പം ഓഡിഷനിലേക്ക് വരാം. നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട റീലുകളൊക്കെ കാണുമ്പോഴാണ് പുറമേ ഉള്ള പബ്ലിക്കിന് ഇങ്ങനെയൊക്കെയാണ്, ഇത്രയധികം ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് അവർ മാറ്റുന്നതെന്നൊക്കെ മനസ്സിലാവുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഓഡിഷൻ ആ ഒരു ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം നമ്മൾ പാടുന്ന ഒരു റീൽ അയച്ചു കൊടുക്കുക. അത് ഓൾ കേരള, നമുക്ക് വേൾഡിൽ എവിടെ ഇരുന്ന് നമുക്ക് അയച്ചു കൊടുക്കാം. അത് അവർ കണ്ടിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്യും. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ സീസണിൽ ജില്ല വൈസ് ഓഡിഷൻസ് വെക്കുമായിരുന്നു. ഓരോ ജില്ലയിലും 14 ജില്ലകളിലും ഓരോ ഓഡിഷൻ വെച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫൈനൽ ഓഡിഷൻ ഒരു എറണാകുളത്ത് വെച്ച് നടന്നു. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പിന്നെ ഒരു ഫിൽട്രേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്ലോറിലേക്ക് എത്തുന്നത്. ഒരു 3 to 4 റൗണ്ട്സ് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. അതെ. ഇപ്പം സ്റ്റാർ സിംഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന ആളുകൾ, വിധു പ്രതാപാണെങ്കിലും സിത്താരയാണെങ്കിലും അതുപോലെ ചിത്ര ചേച്ചി ആണെങ്കിലും ഇങ്ങനെ ആളുകൾ ഇരിക്കുവാണ്. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കഴിവുള്ള ആളുകളാണ് ഗ്രൂമേഴ്സായിട്ടിരിക്കുന്നത്. ഷെറീഫിക്ക ആണെങ്കിലും നൗഷാദ് മാഷ് ആണെങ്കിലും അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇരിക്കും. ശരിക്കും ഗൂഗിൾ ആസ് എ സിംഗർ തോന്നിയിട്ടുണ്ട് ഇവരുടെ ആരുടെ മുമ്പിൽ പാടാനാണ് കൂടുതലും ടഫ്? ഈ നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഇവരുടെ മുമ്പ് പ്രാക്ടീസിന് പാടുന്നതാണോ അതോ സ്റ്റേജിൽ വന്ന് പാടുന്നതാണോ പാടായിട്ട് തോന്നിയിട്ടുള്ളത്? ഡെഫിനറ്റ്ലി സ്റ്റേജിൽ പാടുന്നതല്ല, മറ്റേ ഗ്രൂമിങ്ങിൻ്റെ സമയത്ത് പാടുന്നത് തന്നെയാണ് കുറച്ചൊരു പേടി അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഗ്രൂമേഴ്സ് ഭയങ്കര ടാലൻറ്റഡാണ്. 10 പേരുണ്ടെങ്കിൽ 10 പേരും ഭയങ്കര ടാലൻറ്റഡാണ്, അവരവരുടെ ജോണറിൽ ഭയങ്കര ഇതായിട്ടുള്ള. അപ്പം നമ്മൾ ഗ്രൂമിങ്ങിന് ചെല്ലുമ്പോഴായിരിക്കും നമ്മളെ ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതേ ആയിരിക്കില്ല അവിടെ നമുക്ക് തരുന്ന ഔട്ട്പുട്ട്. അപ്പം ഞാനത് നമ്മൾ അതിൽ നിന്ന് ടെൻസ്ഡ് ആവുന്ന, ഇനിയിപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ താല്പര്യമായിട്ടുള്ളവരോടും കൂടെ പറയുന്നതാണ്. നമ്മൾ ഗ്രൂമിങ്ങിന് ചെല്ലുമ്പം നമ്മുടെ രീതിയിലാണ്, നമ്മൾ എപ്പോഴും ആരെന്ത് പറഞ്ഞെന്നാലും നമ്മുടെ ഉള്ളിലെ സാധനം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ നിന്ന് അവർ പറയുന്ന ചില പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന ചിലപ്പോൾ നന്നാക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ടായിരിക്കും. അത് മാത്രം എടുക്കുക. അതിൽ ടെൻസ്ഡ് ആവാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് എടുക്കുക. കുറച്ചുകൂടെ ഒന്നുകൂടെ ഇപ്പം 2-3 ദിവസം അടുപ്പിച്ച് ഗ്രൂമിങ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ദിവസം നമ്മൾ ചിലപ്പോൾ ഭയങ്കര തെറ്റായിട്ടായിരിക്കും പാടുന്നത്. 2ാമത്തെ 3ാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെയാണ് നമ്മൾ സ്റ്റേജിൽ പാടുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പാടുന്നത്. അപ്പോൾ ഗ്രൂമിങ്ങിന് പാടുമ്പോഴാണ് കുറച്ചൊരു ടെൻഷൻ തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് നല്ലതായിരുന്നു. കാരണം നമുക്ക് സ്റ്റേജിലേക്ക് വരുമ്പം നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ്. അതിനകത്ത് വന്ന പല കണ്ടസ്റ്റൻസും മുമ്പ് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്, പരിചയമുള്ള ആളുകൾ. ഗൂഗിൾ അതിലേക്ക് വരുമ്പം ഗൂഗിളിന് ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയം ഉണ്ടായിരുന്നോ കണ്ടസ്റ്റൻസിന് ആരെങ്കിലും? എനിക്ക് ശ്രീരാഗിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ അതല്ലാതെ എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു. ഞാൻ റിയാലിറ്റി ഷോയിൽ നേരത്തെ പോയിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് റിയാലിറ്റി ഷോ തന്നെയായിരുന്നു ഇത് സ്റ്റാർ സിംഗർ. ഈ സ്റ്റാർ സിംഗർ ആദ്യം വരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലാവുന്നു, പിന്നീട് ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ളത് സ്റ്റേജിലേക്ക് മാറുന്നു, ടീമിലേക്ക് കയറുന്നു. ഇത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു? കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? കിട്ടും എന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം ഞാൻ പാടിയെങ്കിലും എനിക്ക് അറിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ ഫ്ലോറിലേക്ക് ചെല്ലും, ഞാൻ ഇതുവരെയും അത്രയും നല്ലൊരു ഫ്ലോറിൽ പാടിയിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് ഇന്നിയർ മോണിറ്റേഴ്സൊക്കെ തരും. അപ്പോൾ അതിൻ്റെ ലെവലൊന്നും ചെക്ക് ചെയ്യാനുള്ള അത്ര സമയവും ഇല്ലാതെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഷുവറിറ്റി ഇല്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് പാടിയത്.
പക്ഷെ അത് കേട്ടിരുന്നവർ നല്ല നല്ല രീതിക്ക് തന്നെ പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷെ ദൈവം സഹായിച്ച് കിട്ടി. സ്റ്റാർ സിംഗർ എല്ലാം ഷോ എല്ലാം കഴിഞ്ഞു. വീട്ടിലിരിക്കുന്ന സമയം ജെയ്ക്സ് ബിജോയ് വിളിക്കുന്നു, തുടരും സിനിമയിലൊരു ചാൻസ്. ആദ്യം ഫോൺ വിളിച്ചിങ്ങനെ ഒരാൾ പറയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഗോകുലിൻ്റെ? ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സെർഗോ സാറാണ് വിളിക്കുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പെർഫോം ചെയ്തപ്പോൾ ജെയ്ക്സ് ചേട്ടൻ ജഡ്ജായിട്ട് വന്നൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതിനൊക്കെ കുറേ കഴിഞ്ഞിട്ട് സ്റ്റാർ സിംഗർ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. കഴിഞ്ഞ ശേഷം സെർഗോ സാർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ജെയ്ക്സ് ചേട്ടൻ ഇങ്ങനെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്തിട്ട് വേറെ സ്ഥലത്തായിരുന്നു, എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല. അത് ഞാൻ ജെയ്ക്സ് സാറിനെ തിരിച്ചു വിളിച്ചു, പക്ഷേ ജെയ്ക്സ് സാറിനെ എടുത്തില്ല. അത് ഞാൻ പിന്നെ അത് വിട്ടു. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ എടുക്കുന്നില്ല, അപ്പം എന്നാൽ നോക്കാം, നീ എന്താ ഫോൺ എടുക്കാഞ്ഞെന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ഒരു ചെറിയ തിരക്കാരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എന്നെ വിൻസെൻറ്റ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. പുള്ളിയാണ് ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ. അതായത് ഇപ്പം പ്ലേ ബാക്ക് അല്ലെങ്കിൽ ഓർക്കസ്ട്ര എല്ലാം വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. സാർ ഇങ്ങനെ വിളിച്ചു, എനിക്ക് നാളെ, ഞാൻ ആ സമയത്ത് വാഗമണിൽ ചെറിയൊരു ഷൂട്ടിൽ നിൽക്കുക, അപ്പോൾ പിറ്റേന്ന് ഇങ്ങനെ വരണം, ഇങ്ങനൊരു പാട്ടാണ്, ഇത് തുടരുമാണെന്നോ ജെയ്ക്സ് ചേട്ടൻ്റെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ, അപ്പോൾ എനിക്കൊരു ബാൻഡിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിറ്റേന്ന്. ഞാൻ പറഞ്ഞു സാർ എനിക്ക് വരാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരു ബാൻഡിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ബാൻഡിൻ്റെ പ്രാക്ടീസിന് ഞാൻ പിറ്റേന്ന് ചെന്നു, അത് നടക്കുന്നില്ല. ഞാൻ വെച്ചു ഈശ്വര റെക്കോർഡിങ് മിസ്സായല്ലോ. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ എടാ ട്രാക്ക് പാടാനായിരുന്നു, ട്രാക്ക് വേറൊരാൾ പാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ അവസരം കിട്ടില്ല, അങ്ങനെ പോയി. അങ്ങനെ ഒരു മാസം അടുപ്പിച്ച്, ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു, ഒരു 6 months. അപ്പോൾ ആ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് സാർ എന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ അന്നത്തെ പാട്ടുണ്ടോ ഒന്ന് പെട്ടെന്നൊന്ന് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെയാണ് ചെന്ന് പാടി. പിന്നെ 2-3 കറക്ഷൻ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയിലേക്ക് പാട്ട് എടുത്തത്. ഗോകുൽ, ഇപ്പം സ്റ്റുഡിയോയിലൊക്കെ നമുക്ക് ശരിക്കും അല്ലാത്ത ഓഡിയൻസിനെ സംബന്ധിച്ച് അതൊക്കെ നമ്മൾ പാട്ട് തിയേറ്ററിൽ കാണുന്നു അല്ലെങ്കിൽ സിനിമ കാണുന്നു, ഇതിന് അപ്പുറത്തേക്ക് സ്റ്റുഡിയോയിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു സിംഗറെ കൊണ്ട് എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഈ പാട്ട് പാടിക്കുന്നത്? പാട്ട് പാടിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാക്ക് തരും. ട്രാക്ക് ഏതെങ്കിലും ഒരാൾ, ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കാം, പുള്ളി പാടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു വോയിസ് ടെക്സ്ചറിന് പറ്റിയ പാട്ടായതുകൊണ്ടായിരിക്കും നമ്മളെ മ്യൂസിക് ഡയറക്ടർ എന്തായാലും ഡെഫിനറ്റ്ലി വിളിച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം ഇവരൊരു ട്രാക്ക് അയച്ചു തരും. നമ്മളത് ഒരു 1-2 ദിവസം മുമ്പ് തന്നെ അയച്ചു തരും. അപ്പോൾ അങ്ങനെ നമ്മളത് കേൾക്കും, പാടും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നത്. സ്റ്റുഡിയോയിലേക്ക് ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പണ്ടൊക്കെ ഒറ്റ ടേക്കായിരുന്നു, ഇപ്പോൾ പഞ്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എന്നാലും മാക്സിമം നമ്മളൊരു പല്ലവിയൊക്കെ മാക്സിമം ആ ഒരു ഫ്ലോയിൽ തന്നെ പാടാൻ ശ്രമിക്കും. അങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുക. കാരണം നമുക്ക് പെട്ടെന്ന് ഈ അർത്ഥമൊക്കെ ഉൾക്കൊണ്ട് പാടാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പം നമുക്ക് ലിറിസിസ്റ്റ് പറഞ്ഞുതരും ഇതാണ് ഇതിൻ്റെ വാക്ക്, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഫീൽ ഇതാണ് വരേണ്ടത്. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ട്യൂൺ വൈസ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അവർ പറഞ്ഞു തന്നാണ് നമ്മുടെ റെക്കോർഡിങ് നടക്കുന്നത്. യെസ്. സിനിമ പാട്ടെല്ലാം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് തുടരും. അതെല്ലാം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പാടിയത്. ഇതൊരു ഫീലായിട്ടൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നോ പടം ഇങ്ങനൊരു രീതിയിലുള്ള ഒരു സിനിമയായി മാറും? എന്തെങ്കിലും ഒരു തരത്തിലുള്ള സൂചന, കഥ? ഒന്നും ഇല്ലായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു തുടരും ആണ്, ലാലേട്ടൻ ഉണ്ട് എന്ന് മാത്രം അറിയാം, ഇതിൽ ടൈറ്റിൽ ട്രാക്ക് ആണെന്നും പറഞ്ഞു. പക്ഷെ ഇതിലെ കഥ എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ പാടിയപ്പം നീ എനിക്ക് ഭൂമി, അപ്പോൾ ഒരു തമിഴ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ തമിഴ്, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അപ്പം അവിടുന്ന് ചേട്ടൻ പറഞ്ഞു ഇത് ശോഭന മോഹൻലാൽ, ഇങ്ങനൊരു അതിനകത്ത് ശോഭന ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് മാത്രം എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തമിഴ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അങ്ങനെ ഞാൻ പാടി. പിന്നെ തിയേറ്ററിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പടമാണെന്ന് ഉള്ളത് മനസ്സിലാവുന്നത്. ഗൂഗിൾ ഫസ്റ്റ് ഡേ പടം കണ്ടായിരുന്നോ? ഫസ്റ്റ് ഡേ തന്നെ. ഫസ്റ്റ് ഡേ കണ്ടു. പേരൻസ് ഉണ്ടായിരുന്നോ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു. ഗൂഗിളിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മളെ എല്ലാവരെയും, ഇപ്പോൾ ഒരു പേരൻസിനെ സംബന്ധിച്ച് അവരുടെ മകൻ കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്നാണ് അത്. എന്തായിരുന്നു ഗൂഗിള ഫസ്റ്റ് ഫീൽ? എന്തായിരുന്നു ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ
ഒരു ഇങ്ങനെ കേട്ടു അങ്ങനെ ഇരുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു എങ്ങനെ ഉണ്ട് കേൾക്കാൻ കൊള്ളാവോ, അങ്ങനെ ആയിരുന്നു ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. അല്ലാതെ മറ്റേ അഭിമാനം കൊള്ളുന്ന ഒന്നും ഉണ്ടായില്ല. ജയറാമിന്റെ പാപ്പമായൊന്നുമില്ല. ഇല്ല ഇല്ല, അതൊന്നും ഉണ്ടായില്ല. അത് പിന്നീട് ആൾക്കാർ ഇങ്ങനെ പറയും ഓ നീ പാടില്ല എന്ന് പറയുമ്പോൾ ശരി അങ്ങനെ അത്രേ ഉള്ളൂ. ഗോകുൽ, ഞാനിപ്പം ഈ അടുത്ത ഗോകുലും നമ്മുടെ അരവിന്ദും കൂടെ പാടിയ പടകാളി പാട്ട്, അതിൻ്റെ യൂട്യൂബിലെ ഒരു കമൻറ്റിൽ ഫസ്റ്റ് ഒരു കമൻറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻ്റ് ആണല്ലോ സാധാരണ കയറി വരിക. കമൻറ്റ് ഇങ്ങനെയാണ്: ഈശ്വര ഈ പാട്ട് ഗോകുല് തെറ്റിക്കല്ലേ. ഗോകുലായിട്ട് എനിക്ക് തോന്നുന്നു വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്യുന്ന പാട്ടാണ്. ഗോകുൽ ഒരു പാട്ട് സ്റ്റേജിൽ കയറി പാടുമ്പോൾ വരി മറന്നു പോയത് എന്ത് ശരിക്കും അതായത് നമ്മൾ ഇപ്പോൾ പാട്ടിനൊക്കെ പ്രാക്ടീസിനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. ഗോകുലിനെ സംബന്ധിച്ച് ഈ വരി മറക്കുന്ന ഒരു ശീലം അതുണ്ടായിരുന്നോ? അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പാട്ട് എടുക്കുക അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അല്ല, അതൊരു മെക്കാനിക്കൽ ആവുന്നൊരു പേടി. അതായത് സാധാരണ സ്വാഭാവികമായിട്ട് ഞാൻ പാടുന്നതും പഠിച്ചോ ലിറിക്സ് ഇത് പഠിക്കണം അങ്ങനെ പഠിച്ച് പാടുമ്പോഴേ എന്തോ ഒരു ഡിഫറൻസ് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കൊരു ഷെഡ്യൂളിന് മുമ്പ് കുറച്ച് ബ്രേക്ക് ഉണ്ടെങ്കിൽ കൂടി ഞാൻ ലാസ്റ്റ് നിമിഷത്തേക്ക് വരെ അത് മാറ്റി വയ്ക്കും. അതൊരു തെറ്റാണ്, കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്യരുത്. അത് തന്നെ എപ്പോഴെങ്കിലും രജിസ്റ്റർ ആവുന്നെങ്കിൽ ആവട്ടെ, പക്ഷേ ഞാനത് കേൾക്കുക കൂടിയില്ല. ആ പാട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടും കേൾക്കും. എന്നിട്ട് ആ പാട്ട് ഇനിയിപ്പോൾ 2 ദിവസം ഉള്ളൂ എന്ന് പറയുമ്പോൾ പതുക്കെ കേട്ട് തുടങ്ങും. പിന്നെ ലിറിക്സ് ഒന്ന് നോട്ട് ചെയ്യും. പിന്നെ അവിടെ ചെല്ലുമ്പോഴും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു ഏകദേശം പഠിക്കും എന്തായാലും. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ പാടുന്ന രീതിയിൽ പഠിക്കും. പിന്നീട് നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ല. കാരണം നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മസിൽ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ടെൻഷൻ ഇല്ലാത്ത ഒരാളായിരിക്കണം. ഞാൻ അങ്ങനെ അല്ല, എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. കാരണം അവിടെ എങ്ങനെ പോയാലും 3, 2, 1 ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നമ്മൾ തന്നെ എന്തെങ്കിലും നോക്കിയിരിക്കാൻ നമുക്ക് ടെൻഷൻ വരും. ആ ടെൻഷനിലാണ് ഈ വരി മറന്നു പോകുന്നത്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തൊട്ട് പഠിക്കാത്തതിൻ്റെ ഒരു സംഭവമാണ്. അതെ, ഈ പഠിക്കാത്തതാണ്. അതുകൊണ്ടാണോ അമ്മ ഇങ്ങനെ ഉഴപ്പൻ, ഇവനൊരു ഉഴപ്പന, ഇവനൊന്നും പഠിക്കത്തില്ല എന്ന് പറയുന്നത്? അതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ ഇരുന്ന് ലിറിക്സ് കുത്തിയിരുന്ന് പഠിക്കുന്ന അമ്മ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതെ, അമ്മ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ, വേറെ ആരും നമുക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ പഠിക്കുന്നു പറയും. ഏകദേശമൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ചില പാട്ടുകൾ എനിക്കറിയില്ല, ലിറിക്സ് കുഴപ്പമുണ്ടാവില്ല. ചില പാട്ടുകളായിരിക്കും നമുക്കൊരു ഒന്നാമത്തെ കാര്യം നമുക്ക് ഓക്കെ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വരും. ഈ പാടുന്നതിന് കയറുന്നതിന് മുമ്പ് അയ്യോ പിന്നെ അത് ആലോചിക്കരുത്. ഒന്നാമത്തെ കാര്യം ഇനിയിപ്പോൾ പാടാൻ പോകുന്നവരോടാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ കയറി അയ്യോ ഇതൊക്കെയാണ് ലിറിക്സ് അങ്ങനെ ആലോചിക്കരുത്. ഇത് ഇല്ലെങ്കിൽ ഇല്ല, ഒന്നും ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ല. നമ്മളങ്ങോട്ട് പറ്റുന്ന പോലെ പാടുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വന്നിരിക്കും. ഗോകുൽ, ഈ ഏതെങ്കിലും ഒരു സോങ് എനിക്ക് എനിക്ക് സ്റ്റാർ സിംഗറിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ ഗോകുലിന്? നടക്കാതെ പോയൊരാഗ്രഹം? അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. കുറച്ച് നാളായല്ലോ. ഇതൊക്കെ കുറേ പാട്ടുകളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ റൈറ്റ്സ് ഇല്ല. ചില പാട്ടുകൾക്ക് റൈറ്റ്സ് ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള പാട്ടിന് ചിലപ്പം റൈറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ പാടാൻ പറ്റാത്ത അങ്ങനെയുണ്ട് കുറേ പാട്ടുകളുണ്ട്. എന്നാലും ചെറിയ മെലഡികളൊക്കെ പാടാൻ താല്പര്യമുള്ള ഇപ്പം ബാബുക്കയുടെ പാട്ട് പാതിരാവായില്ല, സുറുമി എഴുതിയ മിഴികളെ, അങ്ങനെ ചില കുറച്ച് പാട്ടുകളൊക്കെ മെലഡീസ് പാടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. ഗോകുൽ, അങ്ങനെ പാടാൻ പറ്റാതെ പോയൊരു പാട്ട് ഒരു 4 വരി ഒന്ന്. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി, താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി, വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി, കണ്ണിൽ കവിതയുമായി, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17 18 പ്രായം. താങ്ക് യു. അപ്പം ഗോകുൽ, നമ്മൾ ഈ അപ്പാർട്ട് ഫ്രം സ്റ്റാർ സിംഗർ നമ്മളെ ഷോ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അതിന് ശേഷമാണ് നമ്മൾ എത്രത്തോളം നമ്മളതിനകത്ത് സൗഹൃദം നമുക്ക് പുറത്ത് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതൊരു റിയാലിറ്റി ഷോ ആണ്. പക്ഷെ അതിന് ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു സർക്കിളൊക്കെ എങ്ങനെയായിരുന്നു?
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ല തന്നെയായിരുന്നു. അതിലുള്ളപ്പോഴും അതിന് ഉള്ളപ്പോഴും നമ്മളിങ്ങനെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ പോലെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി നമ്മളങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ചില പാട്ടുകളുടെ ഡൗട്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിലും അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് പഴയ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ വർക്ക്സ് ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്യും, എല്ലാവരും അത് കണ്ടിട്ട് റിവ്യൂ ഇടും. എല്ലാവരും നല്ല ഒരു സൗഹൃദത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതെ. ഗോകുൽ, ഇപ്പം ഒരു ഷോ ഒരു സെർട്ടൺ സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഇന്ന ആൾക്ക് വിന്നർ ആവാനൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിന്നർ ആവണമെന്നാണ് ആഗ്രഹം, എങ്കിലും നമുക്ക് തോന്നും ഇപ്പം മിക്കവാറും ഈ കണക്കിന് പോയ വിന്നർ ആവും. അങ്ങനെ ശരിക്കും ഗോകുലിൻ്റെ ഒരു തോന്നൽ ഏതെങ്കിലും സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒന്നാമത്തെ കാര്യം എല്ലാവരും കട്ടക്കായിരുന്നു. ഇപ്പോൾ ഒരാൾ ഒരു തരത്തിൽ 100 അടിച്ചു കഴിഞ്ഞാൽ മറ്റേ മറ്റേ തരത്തിൽ 100 അടിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇതിൽ ആരാണെന്ന്. അത് ഫൈനൽ വരെ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ജയിക്കുമെന്നുള്ളത്. ചിലപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഇന്ന് ഇവൻ ജയിക്കും, അടുത്ത ആൾ എന്നാൽ ഇവൻ ജയിക്കും, അല്ലെങ്കിൽ ദിശ പാടുവാണെങ്കിൽ ദിശ ജയിക്കും. ഇങ്ങനെ എല്ലാം ലാസ്റ്റ് മൊമെൻറ്റ് വരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാടിക്കഴിഞ്ഞപ്പം അരവിന്ദിൻ്റെ നല്ലതാണെന്ന് തോന്നിയായിരുന്നു. എനിക്ക് 2 പാട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു പേഴ്സണലി. അപ്പം അവൻ തന്നെ ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. അപ്പം അവൻ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ത്രൂ ഔട്ട് ഇപ്പം ഞാൻ അവനോട് ഡ്യുവറ്റ് പാടുകയാണെങ്കിൽ അവൻ എപ്പോഴും വിളിക്കും, ഞാൻ പഠിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇവൻ പഠിക്കാൻ വേണ്ടി വിളിക്കുവാണല്ലോ. കാരണം അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് എന്നല്ല, അവൻ അതിനു വേണ്ടി തന്നെ ഉള്ളൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഒരു തീരെ മടിയില്ല, എല്ലാം തന്നെ അതുപോലെ തന്നെ പഠിക്കും, 100 തന്നെ നിൽക്കുക. അപ്പം എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ അവന് സാധ്യത ഉണ്ടെന്ന് തോന്നി. പിന്നെ ഫൈനൽ പാടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം അവന് കിട്ടി എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഗോകുല് മടിയുടെ കാര്യം പറഞ്ഞപ്പം സരസ്വതിയിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പോകുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മടിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അസംബ്ലി സമയത്ത് നമ്മൾ കുട്ടികളാകുമ്പോഴത്തേക്കും കൂടെ കയറണം. നമുക്കൊരു മടി തന്നെയാണല്ലോ, നമ്മൾ നേരത്തെ എഴുന്നേക്കുന്നില്ല എന്നുള്ളൂ. ആ ഒരു മടി ശരിക്കും സ്റ്റാർ സിംഗറിൻ്റെ ഒരു ലാസ്റ്റ് ഇതുവരെ ഗോകുലിനുണ്ടായിരുന്നു? അതോ ഗോകുൽ അതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, ടു ബി ഓണസ്റ്റ്. പിന്നെ ഈ സരസ്വതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത്, ഞാൻ പഠിച്ചത് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ബെല്ല് റിങ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഹോസ്റ്റലിൽ കുളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ. ഞാൻ ഡെഫിനറ്റ്ലി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മടിയായി പിടിച്ചിരിക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ചിലപ്പം ദൈവം സഹായിച്ച് എനിക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് കുടുംബം നോക്കേണ്ട അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇനിയും തൊട്ട് അങ്ങനെ ചെയ്യണം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാം നടന്നോളും, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ള സാധനം. പക്ഷേ അത് ഡെഫിനറ്റ്ലി അത് മാറി വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ബാൻഡുണ്ട്, നമുക്ക് അതിൻ്റെ പ്രാക്ടീസ് പാട്ടുകൾ ഞാൻ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളത്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. കുറച്ച് കൂളായിട്ട് തന്നെ ഇരിക്കണം. ഒരു പാട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ മരണ പോരാട്ടം അതിന് പഠിച്ച് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മെൻ്റൽ സ്ട്രെസ്സും കൂടെ അത് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെനിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. ഞാൻ മടി പിടിച്ച് ലാസ്റ്റ് സ്ട്രെസ് അടിക്കുന്നൊരു സാധനമായിരുന്നു. അതൊരിക്കലും നല്ലതിനല്ല. മടി ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ, നമ്മുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. അതെ. കാരണം എനിക്ക് മനസ്സിലായി മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഞാനൊരു സിനിമയിൽ പാടി എന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്ക് കുറേ അവസരങ്ങളൊന്നും വരില്ല. നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക, നമ്മൾ നമ്മുടെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുക, നല്ലൊരു വീഡിയോ എടുക്കുക, അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കുക. നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മളിത് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇതാവുള്ളൂ. കാരണം നമ്മുടെ കഴിവ് ആർക്കും വേണ്ട, കാരണം അത്രയും കഴിവുകളുണ്ട്. നമ്മൾ ആൾക്കാരിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് അത് ചാനലൈസ് ചെയ്ത് എത്തിച്ചാൽ മാത്രമേ അവർ നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതിപ്പം തുടരും വന്നത് ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത്, അല്ലാതെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടോ ഒന്നുമല്ല. ജെയ്ക്ക് ചേട്ടന് അന്നൊരു ശബ്ദ ഓർമ്മയുണ്ടായിരുന്നു, അത് വന്ന് വിളിച്ചു. അതുപോലെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇപ്പം നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നെങ്കിൽ ആരത് നോക്കിയിട്ട് ഒരു ദിവസം ഗുഡ് മോർണിംഗ് വന്നില്ലെങ്കിൽ ഇവനെന്താ അയക്കാനെന്ന് തോന്നില്ല. അതേപോലെ നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ആണെങ്കിലും മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രീരാഗുമായിട്ട് ഓഡീഷന് പോയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞു, ശ്രീരാഗിന് കിട്ടി.
ആ സമയത്ത് എനിക്ക് തോന്നി ദൈവമേ ഇവന് കിട്ടിയില്ല. നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ നമ്മുടെ കൂട്ടുകാരൻ ജയിച്ചു നമ്മൾ തോൽക്കുമ്പോൾ ശ്രീരാഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും ശ്രീരാഗിനെ നേരത്തെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്. ശരിക്കും ഇനി സീസൺ തന്നെ ഒരേ ഒരു രാജാവ് എന്നുള്ള പട്ടമൊക്കെ കിട്ടി ശ്രീരാഗിന്. ശരിക്കും ശ്രീരാഗുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ശ്രീരാഗ് ആസ് എ സിംഗർ ഇത്ര അധികം ഓഡിയൻസ് അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒരു കാരണം എന്താണ് ഗോകുലിന് തോന്നിയിട്ടുള്ളത്? ഒറ്റ കാരണമുള്ള അവൻ്റെ പാട്ട് തന്നെയാണ്. കാരണം എന്താ നമ്മളിപ്പോൾ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു എന്താ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ ഒരു ബ്ലഡിൽ അത് അലിഞ്ഞ് ചേർന്നുണ്ട്. കാരണം അവൻ ഇപ്പോൾ എങ്ങനെയാണോ പാടുന്നത് അതുപോലെ തന്നെ പണ്ടും പാടുമായിരുന്നു. അതിൽ വ്യത്യാസമൊന്നുമില്ല, ആൾക്കാർ അത് അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻ്റ്ലി അവൻ ഇൻസ്റ്റഗ്രാമിൽ കവേഴ്സ് ഇടുമായിരുന്നു. അത് വെറുതെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല, അവൻ ആ പാട്ട് ഇഷ്ടമായതുകൊണ്ട് അത് പാടണമെന്നുള്ള താല്പര്യം കൊണ്ടാണ്. നമ്മളൊക്കെ ചിലപ്പോൾ കവർ ഇടുന്ന ചിലപ്പോൾ പാട്ട് ഇഷ്ടമായിരിക്കും, പക്ഷേ ഇത് ഇടണമല്ലോ, അവനത് ആൾക്കാർ രസിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സന്തോഷം വരുന്നത്. പണ്ട് മുതലേ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീരാഗായിട്ട് ഞാൻ ആദ്യം ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്തത്, അയ്യോ ഇത് എത്ര നന്നായിട്ട് പാടുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ്. അന്ന് ഇവനെ അധികം ആൾക്കാർക്ക് അറിയില്ല, അപ്പോഴും ഫേസ്ബുക്ക് ഓറിയൻറ്റഡ് കുറേ പേർക്ക് അവനെ അറിയായിരുന്നു. ഈ ഓഡിഷൻ വന്നപ്പോൾ പോലും കുറേ പേര് അവനെ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം അവൻ്റെ ഒരു പാട്ടിൻ്റെ ശൈലി കൊണ്ട് തന്നെയാണ്. പിന്നെ അവൻ്റെ ഒരു സംസാരമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം സ്റ്റാർ സിംഗർ നോക്കിയെടുത്താലും നമ്മൾ ചിലപ്പം ക്യാമറ ഒക്കെ വരുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഒന്ന് എല്ലാം നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനത് എങ്ങനെയാണോ അതുപോലെ തന്നെ കാണിക്കും. ചിലപ്പം എല്ലാവരും എതിരെ ചെയ്യാൻ പറഞ്ഞാലും അവൻ്റെ മനസാക്ഷി അതിനെ അനുവദിക്കാത്തതുകൊണ്ട് അവൻ്റെ രീതി തന്നെ അവൻ പറയും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജെനുവിനിറ്റി കാരണവും പിന്നെ അവൻ്റെ പാട്ട് കാരണം കൊണ്ടായിരിക്കും ആൾക്കാർ. ഗോകുലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞാലും ആദ്യം വരുന്ന തുടരും സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. യെസ്. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതോൽ ചിരി പകരും തലോടും താനേ കഥ തുടരും. ഈ തുടരും സിനിമയിലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു തമിഴ് ടച്ച് ഫീൽ ചെയ്തു. എന്താണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഗോകുൽ, നമ്മളിപ്പോൾ ശരിക്കും ഒരു സിനിമയിലത്തെ മൊത്തം അർത്ഥമാണ് ശരിക്കും ചില പാട്ടുകളിലൊക്കെ ഒരു സിനിമ മൊത്തം കൺവേ ചെയ്യുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ ഗോകുൽ ശരിക്കും ഇതിൻ്റെ അർത്ഥം ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കി ശ്രമിച്ചിട്ടുണ്ടോ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത്? ടു ബി ഓണസ്റ്റ് അങ്ങനെ എല്ലാ പാട്ടും അർത്ഥം മനസ്സിലാക്കി ഞാൻ പാടാറില്ല. പക്ഷെ ഞാൻ അതിനിപ്പോൾ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾക്കൊരു പാട്ട് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ട്യൂണാണ് കൂടുതലും ശ്രദ്ധിക്കാറ്. ചില ട്യൂണുകൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ആ വരിയും കൂടെ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പം ഇപ്പം ഞാൻ കൂടുതലും ഇപ്പോൾ പാട്ടുകളൊക്കെ റെക്കോർഡിങ്സിനാണെങ്കിലും ആൾക്കാർ വിളിക്കുമ്പോൾ ഇത് എന്ത് പാട്ടാണ്, ആരാ ലിറിക്സ് എഴുതിയത്, എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ, അതെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ തന്നെ ഒരു രൂപം ഉണ്ടാക്കും. ഇൻഫാക്ട് നമുക്ക് എല്ലാ വരിയുടെ അർത്ഥം എല്ലാ വേർഡിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നുള്ളൊരു ബേസിക് ഐഡിയ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. അപ്പോൾ തുടരുമില്ല പാടിയപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല പാടി. ഞാൻ എൻ്റെ ലിറിക്സ് കണ്ടു അതങ്ങനെ അങ്ങോട്ട് പാടി. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനുള്ള സമയവും സാവകാശവും ഇല്ല. അവിടെ വരുന്നു, നമ്മളിത് ഇങ്ങനെയെങ്കിലും ഒന്ന് പാടണം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ട്യൂൺ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് പാടിയത്. ഇപ്പം പുതുതായിട്ട് വരുന്ന സിംഗേഴ്സ് ഇപ്പം നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേര് പല പല റിയാലിറ്റി ഷോസ് നടക്കുകയാണ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. ശരിക്കും ഈ കോമ്പറ്റീഷനകത്തുനിന്ന് സർവൈവ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരായിട്ടേ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ അതിന് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്, ഷോസ് ഉണ്ട്, നിങ്ങൾ ഇതുപോലെ തന്നെ കവറൊക്കെ പാടിയിടാറുണ്ട്. ഗൂഗിൾ ഇപ്പം ആസ് തുടരും ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സിനിമ ഗൂഗിളിന് എന്തെങ്കിലും തരത്തിലുള്ള ഓഫർ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് എക്സ്ട്രാ ആയിട്ട് അധ്വാനിക്കുന്നു തോന്നി? ഗൂഗിൾ എക്സ്ട്രാ ഇടുന്ന എഫേർട്ട് എന്താണ്? എക്സ്ട്രാ ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വ്യത്യസ്തമാവാൻ വേണ്ടി വ്യത്യസ്തമാവുന്നതിനോട് എനിക്കൊരു അഭിപ്രായം ഇല്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളുടെ പാട്ടുകൾ മാത്രം കേൾക്കാതിരിക്കുക. ഇപ്പം ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പം ദാസേട്ടൻ്റെ പാട്ടുകൾ മാത്രം കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാസേട്ടൻ്റെ ഒരു ശൈലി കയറി വരും. അപ്പം നമ്മൾ ഒരിക്കലും വ്യത്യസ്തനാക്കില്ല. കാരണം നമ്മൾ വ്യത്യസ്തമാക്കാൻ വേണ്ടി ചെയ്യേണ്ട നമ്മളെന്താണോ അതായിരിക്കില്ല നമ്മൾ പാടുന്നത്. ദാസേട്ടൻ പാടുന്ന പോലെ നമ്മൾ ചിലപ്പോൾ ശ്രമിക്കാൻ നോക്കും.
അപ്പോൾ അതൊരിക്കലും നമ്മളെ ഒരു വലിയ ഹൈറ്റ്സിലേക്ക് എത്തിക്കില്ല. നമ്മൾ പല ജോണേഴ്സ് കേൾക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദി, മലയാളം, പോപ്പ്, റോക്ക്, ക്ലാസിക്കൽ, ഹിന്ദുസ്ഥാനി, ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയൽ സ്റ്റൈല് പുറത്തു വരുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ ഈ കാലത്ത് വിജയിക്കുള്ളൂ. കാരണം പാട്ട് പാടുന്ന കുറേ പേരുണ്ട്. ഇപ്പം എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ വേറൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിഫറെൻ്റ്ലി കിട്ടുന്നതെന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരാളുടെ മാത്രം പാട്ട് കേൾക്കാറില്ല. അപ്പോൾ എൻ്റെതായ സ്റ്റൈലിലായിരിക്കും ഞാൻ ചിലപ്പോൾ പാടുന്നത്. അതായിരിക്കാം ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഈ തുടരും മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചില മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഈ പാട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഈ ഒരു പാട്ട് പാടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പാടിയത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ കുറേ പേര്, ഇപ്പോൾ ഹിഷാം ചേട്ടനൊക്കെ ആണെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് ടെക്സ്ചറിന് ആവശ്യമായിട്ടുള്ളൊരു പാട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും റീച്ച് ഔട്ട് ചെയ്യണം. മ്യൂസിക് ഡയറക്ടേഴ്സിനായി ആണെങ്കിൽ എല്ലാവരോടും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വർക്ക്സ് വരവുള്ളൂ. നമുക്കിപ്പോൾ ഫേവറേറ്റ് ഒരു മ്യൂസിക് ഡയറക്ടറെ, ഫേവറേറ്റ് ഒരു സിംഗറിനെ പറഞ്ഞാൽ ഗൂഗിൾ ആരുടെ പേര് പറയും? ഫേവറേറ്റ് സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാസേട്ടൻ, അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. കാരണം അത് അദ്ദേഹം പാടിയിരിക്കുന്ന പാട്ടുകളൊക്കെ നമുക്കതൊന്ന് മനസ്സിലാക്കി വരാൻ തന്നെ കുറേ വർഷങ്ങളെടുക്കും. അദ്ദേഹം ഭയങ്കര ഒരു ഇഷ്ടമുള്ള സിംഗറാണ്. പിന്നെ അതേപോലെ ജയചന്ദ്രൻ സാറിന് ഇഷ്ടമാണ്. പിന്നെ തമിഴ് ഈയിടെ നോക്കുകയാണെങ്കിൽ കാർത്തിക് പാടുന്ന പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചിട്ട് കുറേ പേരൊന്നും കിട്ടുന്നില്ല, പക്ഷെ എന്നാലും അതെ. അപ്പം ഇനി നമുക്ക് പഠിത്തത്തിലേക്ക് വരാം. ഈ MSc സൈക്കോളജിസ്റ്റ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോ, അതോ ജോലി ചെയ്തിരുന്നോ? ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ PG കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഡെസർട്ടേഷൻ്റെ സമയത്താണ് എനിക്ക് ഈ ഓഡിഷൻ വന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ജോലി സെർച്ച് ചെയ്യേണ്ട ഒരു സമയം വന്നിട്ടില്ല. ഇപ്പം നേരെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർ സിംഗർ വരുന്ന 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഷോസ് ഉണ്ട് മാക്സിമം. അപ്പം ഞാൻ അതിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം നമ്മുടെ മനസ്സിലൊരു തോട്ട്സ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ചിലപ്പോൾ ആൾക്കാരെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യരുത്. അവർ നമ്മുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുള്ളൂ. അത് ഞാനൊരു ലൈഫ് ലെസൺ പഠിച്ച. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചില തോട്ട്സ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ യൂട്യൂബിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായാലായിരിക്കും ചിലപ്പോൾ അയക്കൊരു സന്തോഷം വരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്തെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. എന്നിട്ട് എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ പഠിക്കണം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തെറാപ്പി. ഇപ്പം CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സും ബിഹേവിയറും എങ്ങനെയാണ് കണക്റ്റഡ്, തോട്ട്സ് മാറ്റിയ ബിഹേവിയർ എങ്ങനെ മാറും എന്നുള്ളൊരു തെറാപ്പി ഇതാണ് CBT. അപ്പോൾ അതിലൊരു കോഴ്സ് ചെയ്തിട്ട് കുറച്ചാൽ എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഇതും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ MSc സൈക്കോളജി, നമ്മളൊരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പുറമെ കാണുന്ന ആളുകൾക്കും ഇത് ഭയങ്കര ഇയാളോടൊക്കെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കൂ, ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും എന്താണ് ഒരു സൈക്കോളജിസ്റ്റ്? സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്താണ് എന്നുള്ള സംഭവം. സൈക്കാട്രിസ്റ്റ് പഠിക്കണമെങ്കിൽ MBBS കഴിഞ്ഞിട്ട് MD ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് ഇൻ സൈക്കാട്രി. നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ BSc MSc കഴിഞ്ഞിട്ട് MPhil എടുക്കണം. MPhil എടുത്താലാണ് നമ്മൾ ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുള്ളൂ. അതല്ലാതെ നമുക്കൊരു ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്കൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും MSc കഴിയുവാണെങ്കിൽ. അപ്പം നമുക്ക് 2 ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മെൻ്റൽ ഒരു ഡിസോർഡർ വരുവാണെങ്കിൽ 2 ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒന്ന് നമുക്ക് ജെനറ്റിക്, അതായത് നമ്മുടെ ബോഡിലി കണ്ടീഷൻസ് കൊണ്ടും, പിന്നെ ഒന്ന് നമ്മുടെ എൻവയൺമെൻറ്റ് കൊണ്ടുമാണ്. അതായത് നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, നമ്മൾ പോകുന്ന ഇടം, അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അതിലെ എൻവയൺമെൻറ്റ് ഫാക്ടറാണ് നമുക്ക് കൂടുതലും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുക ആസ് എ സൈക്കോളജിസ്റ്റ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എപ്പോഴും സിവിയർ കേസസിലാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ്. അതല്ലാതെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ റൊട്ടീൻ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഉറങ്ങുന്നു, അങ്ങനെ ചെറിയ ചില നമ്മുടെ ലൈഫ് റൊട്ടീനിൽ വരേണ്ട മാറ്റങ്ങൾ, ചിലപ്പോൾ ആ റൊട്ടീൻ ശരിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ബിഹേവിയർ ചിലപ്പോൾ മാറാൻ, ഇപ്പോൾ ഉറക്കമില്ലാത്ത ഒരാളെപ്പോഴും ഇങ്ങനെ ഇരിക്കുമായിരിക്കും, നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തിന് മുമ്പ് തന്നെ നമുക്ക് സൈക്കോളജിസ്റ്റിന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് തെറാപ്പി മെത്തേഡ്സ് ആണ്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതായത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ അതായിരിക്കും ചെയ്യുന്നത്.
അത് ഞാനിപ്പോൾ ചിന്തിക്കുക, ഞാനിപ്പോൾ ഒന്ന് എഴുന്നേക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കും. അപ്പോൾ നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഇറാഷണൽ തോട്ട്സിനെ റാഷണൽ തോട്ട്സ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് നമ്മളിപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഒരു പോസിറ്റീവ് തോട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബിഹേവിയർ അതിനനുസരിച്ച് മാറും. അപ്പം നമ്മുടെ ആൾക്കാരുടെ പെരുമാറ്റം ഔട്ട്പുട്ടൊക്കെ മാറി നമുക്ക് അതിനൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. നമുക്കൊരു റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതാണ് മോസ്റ്റ്ലി സൈക്കോളജിസ്റ്റുകൾ ചെയ്യുക. ബേസിക്കലി നമ്മുടെ റൊട്ടീൻ ഒന്ന് ശരിയാക്കുക. നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതായത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് സഹായിക്കുന്നവരാണ് ശരിക്കും സൈക്കോളജിസ്റ്റുകൾ. ഓക്കെ. ഗൂഗിൾ നമുക്ക് പേരൻസിൻ്റെ ഒരു സപ്പോർട്ട്, ഗൂഗിൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്താലും അവർക്ക് ഓക്കെ ആയിരുന്നോ, അതോ പഠിക്കണം ഇന്നതും കൂടെ നീ ഡിഗ്രി അല്ലെ PG കംപ്ലീറ്റ് ചെയ്തേച്ച് നീ സിംഗിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നിർബന്ധങ്ങളുണ്ടായിരുന്നോ വീട്ടിൽ? അവർക്ക് ഡെഫിനറ്റ്ലി PG കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഡിഗ്രി PG എടുത്തിട്ട് പിന്നെ നമുക്ക് പറ്റുന്ന പരിപാടികൾ അല്ലെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ സേഫ് ആവണം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ശാസ്ത്രങ്കര കയറി പിന്നെ ഇപ്പം അത്യാവശ്യം ഷോസ് ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഓക്കെയാണ്. അപ്പം ഞാൻ MSc കഴിഞ്ഞു. ഇപ്പം അതില്ലെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ട് ബാക്കപ്പായിട്ട്. നമുക്ക് എപ്പോഴും നമുക്കൊരു ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ജോലി ചെയ്യാം എന്നുള്ളൊരു സംഭവമുണ്ട്. മനസ്സിലായത് ഈ നമ്മളൊരു സിംഗറാണ് അല്ലെങ്കിൽ ഞാൻ പാട്ടുകാരനാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് ഗൂഗിളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും പഠിക്കണമെന്ന്. അത് എങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ടോ? നമ്മളിപ്പോൾ കാര്യം ശരി, അവർക്കറിയാം ഗൂഗിൾ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ട്, ഇപ്പം പാട്ട് തുടരും സിനിമയിൽ പാടി, എങ്കിലും ആ ചോദ്യങ്ങളൊക്കെ വരാറുണ്ടോ? ജോലി ചെയ്യാറില്ലേ, ജോലിക്ക് ശ്രമിക്കാറില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവാറുണ്ടോ? ഇപ്പം വേറെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം എന്താ ചെയ്യുന്നത്, പാട്ട് അല്ല വേറെന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാറുണ്ട്. പറയും വേറൊന്നും ചെയ്യുന്നില്ല, ഇത് തന്നെ ചെയ്യുന്നത്. അപ്പം അത് ആൾക്കാർ തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് എല്ലാവർക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സംഭവമുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്യുന്നു, അത് ഒരിക്കലും നമുക്ക് ഇനി എടുത്ത് മാറ്റാൻ പറ്റില്ല. അതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പിന്നെ ഇവർക്ക് ചിലപ്പോൾ നമ്മുടെ പാട്ട് പാടിയ പൈസ കിട്ടുമോ? ഡെഫിനറ്റ്ലി നമുക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഷോസൊക്കെ ചെയ്യുന്നത്. അത് നല്ലൊരു തുക തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാനുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല, ഇപ്പോൾ ഷോ ചെയ്താൽ കാശ് കിട്ടുമോ എന്താണെന്ന അവസ്ഥ അവർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ അവർ ചോദിക്കുന്നതാവാം. അതെ നമ്മളിപ്പോൾ ഈ സോങ്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പം 80s 90s അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ പഴയ പാട്ടിന് വന്നാൽ 90s കിഡ്സ് ഇവിടെ അസംബിൾ, 80s കിഡ്സ് അസംബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻറ്റുകൾ കാണാൻ പറ്റും. അപ്പം ഈ പഴയ പാട്ടുകൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയാണെങ്കിലും അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പുതിയ പാട്ടുകൾക്ക് അതിന് ശരിക്കും റിപ്പീറ്റ് വാല്യൂ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ ഗൂഗിളിന്? റിപ്പീറ്റ് വാല്യൂ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില പാട്ടുകൾ ഡെഫിനറ്റ്ലി നല്ല പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, നല്ല പാട്ടുകൾ ഉണ്ടാവാറില്ലെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പം നമുക്ക് ടെക്നോളജി ഭയങ്കരമായിട്ട് കൂടി. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് കാണും, വോക്കൽസ് കാണും, അതങ്ങനെ അങ്ങ് പോകും, ഒറ്റ ടേക്കിൽ പാടി അങ്ങ് പോകും. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. അതായത് ഇപ്പം നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, ഒന്ന് ഭയങ്കര പ്യുവർ ആയിരിക്കും, ഒന്ന് ഇച്ചിരി വെള്ളം കലക്കി അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ പ്യുവറസ്റ്റ് സാധനങ്ങളിലേക്ക് പോകുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം മ്യൂസിക് ഡയറക്ടേഴ്സ് കൂടി, എല്ലാവരും കൂടി, പിന്നെ ടെക്നോളജി കൂടി. ഇപ്പം നമുക്ക് EDM അങ്ങനെയൊക്കെ കുറേ റാപ്പ് കൾച്ചർ അങ്ങനെ കുറേ ജോണേഴ്സ് മലയാളത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ബിസി ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 10 പാട്ടിൽ ഒരു പാട്ട് മാത്രമായി അത് മാറുന്നു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ പാട്ടുകളെ സംബന്ധിച്ച് നല്ല പാട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും. അതെ. എങ്കിലും നമുക്കിപ്പം ഷോസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇന്ന പാട്ട് പാടാൻ പറയുന്നത് ആവശ്യപ്പെടുന്ന പഴയ പാട്ടുകളാണോ കൂടുതലും? പഴയ പാട്ട് അങ്ങനെ അതെ കാരണം ഞാനിപ്പം ബാൻഡ് ആസ് സച്ച് പോകാറുണ്ടെങ്കിൽ പുതിയ പാട്ടുകളും അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട്. പക്ഷേ ഗാനമേളകളിലൊക്കെ പോകുമ്പോൾ കൂടുതലും പഴയ പാട്ടുകളാണ് ചോദിക്കാം. ഗാനമേളയെ കുറിച്ച് പറയുമ്പോൾ ഗാനമേള എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യാൻ വരുന്നൊരു ഇതാണ്. എങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാടി തകർക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ പാട്ട് പാടാറുണ്ട്, ഞാൻ പാടിയ പാട്ടുകൾ പാടാറുണ്ട്. അത് കൂടാതെ ഇപ്പം നമ്മൾ ഗാനമേള എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക ഡ്യുവറ്റ്സ്. ഇപ്പം ഞാൻ ഓദിൽ റുബ പാടാറുണ്ട്, അതുപോലെ തന്നെ പാടാം വനമാലി എന്ന് പറഞ്ഞ പാട്ട് പാടാറുണ്ട്.
അത് ലാസ്റ്റ് നമുക്ക് എന്ത് പോയാലും വേൽമുരുക എന്ന് പറഞ്ഞ പാട്ട് പാടിയില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. ഈ പാട്ടാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. അതായത് ഞാൻ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ വേൽമുരുക എന്ന് പറയുമ്പോൾ ഹേ ഹേ എന്ന് പറയുന്ന സാധനം മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഇപ്പം ഞാനത് പഠിച്ചു. കാരണം ഒരു സ്ഥലത്ത് എനിക്ക് ഒരു പണി കിട്ടി. ഇൻ ദ സെൻസ് ഞാൻ അവിടെ പോയി, അവർ വേൽമുരുക ഇല്ലാതെ അവർ രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അതാ ഇവർ നിൽക്കുക വേൽമുരുക വേൽമുരുക പാടണം എന്നുള്ള സാധനം. അപ്പം ഞാൻ അപ്പം തന്നെ ലിറിക്സൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ ഓർക്കസ്ട്ര വായിച്ചിരുന്ന ആളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഒരു മൈക്കും വെച്ചോ, ഞാൻ ചിലപ്പോൾ പാടിന്ന് വരില്ല, അപ്പം പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് പാടി ഒരു വിധത്തിൽ ഒപ്പിച്ചു. പിന്നെ ഞാനിപ്പോൾ 1-2 സ്ഥലത്ത് പാടി വേൽമുരുക പാടി. അതെ. എങ്കിലും നമുക്ക് ഗാനമേളകളിൽ പറഞ്ഞപ്പോഴത്തേക്കും പറയാം, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്, മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണ് മലയാളത്തിൽ? എൻ്റെ അങ്ങനെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ പഴയ പാട്ടിൽ ചില എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ബാബുക്കയുടെ പാട്ട് കുറേ പാട്ടുകൾ കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ സാഗരമേ ശാന്തമാകവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കുറച്ച് പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. ഗാനമേളകളിലൊന്നും ഞാനത് പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗാനമേളകളിൽ ചില സ്ഥലത്ത് നല്ലതായിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ഓറിയൻറ്റഡ് പാട്ടുകളായിരിക്കും ചില പാടേണ്ടി വരിക. അപ്പോൾ അങ്ങനെ പാടും. ചില പഴയ പാട്ടുകളൊക്കെ പാടാൻ അങ്ങനെ ഒരു അവസരം സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈയിടെ ഒരു അൺപ്ലഗ്ഡ് ഷോ ചെയ്തായിരുന്നു. ആ ഷോയിൽ ഞാൻ കുറച്ച് ഇങ്ങനത്തെ പാട്ടുകൾ പാടി. സ്റ്റാർ സിംഗറിൽ ഒരു വീഡിയോ വാളിൽ അച്ഛൻ്റെ വീഡിയോ വരുന്നു. ഗോകുലിനോട് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ അച്ഛന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. അപ്പോൾ ഗോകുലിനോട് അച്ഛന് വലിയ അമ്പലങ്ങളൊക്കെ ആയിരിക്കും, വളരെ ക്യാഷ്വലായിട്ട്. ശരിക്കും ഇപ്പം ഗോകുൽ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. അന്ന് സ്റ്റാർ സിംഗർ ജസ്റ്റ് ഒരു മത്സരാർത്ഥി മാത്രമായിരുന്നു, ഇന്ന് ഏൺ ചെയ്യാൻ തുടങ്ങി. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം, അച്ഛനെയും അമ്മയും കൊണ്ടൊക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ടോ? പോകാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും സന്തോഷം ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുന്നതാണ്. പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയിടെ മാൽദീവ്സ് ഒരു ട്രിപ്പ് പോയായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ അത് ഭയങ്കര എനിക്ക് അത് സന്തോഷം വന്നു. കാരണം അവർക്ക് നമ്മുടെ സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം അങ്ങനെ നമ്മൾ പോയപ്പം നമ്മുടെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പം നമ്മൾ അങ്ങനെ ഒരു 3-4 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് ഞാൻ ഇതുവരെയും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ ഓരോരുത്തരും ഓരോ മുറിയിൽ ഫോണും നോക്കി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മളൊരു ഒരു ഫാമിലി ആയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ഈയിടെ പോയിട്ടുണ്ടായിരുന്നു. അതെ. ഗോകുല്, നമുക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം ഒന്ന് പാടാമോ നമുക്ക് വേണ്ടിയിട്ട്? അച്ഛനെപ്പോഴും ഇഷ്ടം ഒരു നേരം എന്നുള്ള പാട്ടായിരിക്കും, അത് വേണമെങ്കിൽ പാടാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അച്ഛനുമായിട്ട് ഉള്ള ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ചു, എങ്കിലും പേര് പറഞ്ഞില്ല അമ്മയുടെ. അമ്മ മടിയനെന്ന് പറഞ്ഞത് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ അമ്മ മടിയനാന്ന് ഞാൻ നന്നാവാൻ. എങ്കിലും അച്ഛൻ്റെ പേര് ഗോപകുമാർ, അമ്മയുടെ പേര് ജ്യോതിലക്ഷ്മി. അമ്മയ്ക്ക് ഇഷ്ടം, അമ്മ പാട്ടുകൾ കേൾക്കുന്ന ആളാണോ അതോ? കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഭക്തിഗാനം ആണോ അതോ സിനിമ ഗാനങ്ങളൊക്കെ ആണോ താല്പര്യം കൂടുതലും? രണ്ടും കേൾക്കാറുണ്ട്. എങ്കിലും ഗോകുലിനോട് ആവശ്യപ്പെടുന്നൊരു പാട്ട് കാണുന്നു, അത് ഏത് പാട്ടാണ് സാധാരണ? എന്നോട് ഈയിടെ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചാൽ സുറുമ എഴുതിയ മിഴികളെ എന്ന് പറഞ്ഞ പാട്ട് പാടാറുണ്ട്. സുറുമ എഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമ എഴുതിയ മിഴികളെ.
അപ്പാർട്ട് ഫ്രം മ്യൂസിക് എന്താ ഗോകുലിൻ്റെ അല്ലാത്ത ഹോബീസും കാര്യങ്ങളൊക്കെ? ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മ്യൂസിക് തന്നെയാണ് മെയിനായിട്ട് പാടുന്നത്. അല്ലാതെ മൂവീസ് കാണും, കുറേ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈയിടെയായിട്ട് ഇപ്പോൾ ജിമ്മിലൊക്കെ ഒന്ന് പോയി തുടങ്ങി. അധികം വീട്ടിലിരുന്ന് അതായത് നമുക്ക് പരിപാടികൾ മാത്രമാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈശ്വരൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി പാളും എന്നുള്ള മനസ്സിലാക്കി കുറച്ചും കൂടെ ആക്റ്റീവായി നടക്കാനും ജിമ്മിലൊക്കെ പോയി തുടങ്ങി. ഇപ്പം ജിം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗാനമേളയിൽ വേൽമുരുക പാട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും ഒരു ചോദ്യം, ഫേവറേറ്റ് ആക്ടറോ? എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ. ഓക്കെ ഗോകുൽ, ഞാൻ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേര് പറയാം. അപ്പം അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഗോകുലിൻ്റെ സോങ് ഒന്ന് പറയണം. ഓക്കെ. SPB സാർ. SPB സാറിൻ്റെ മലയാളത്തിലാണെങ്കിൽ താരാപഥം ഇഷ്ടമാണ്. പിന്നെ തമിഴിൽ കുറേ പാട്ടുകൾ ഇഷ്ടമാണ്. അതിലൊരു ബ്രത്ത്ലെസ് പാട്ടുണ്ട്, എൻ്റെ പേര് ആ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ. മലയാളത്തിലാണെങ്കിൽ താരാപഥം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. SPB സാർ. 2 വരി താരാപഥം പാടാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പേയുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പേയുന്നിതാ. ജോൺസൺ മാസ്റ്ററുടെ കുറേ പാട്ടുകൾ ഇഷ്ടമാണ്. അതിൽ ഒരെണ്ണം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, അനുരാഗിണി എന്ന് പറഞ്ഞ പാട്ട്. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. കനവെല്ലാം കതിരാകുവാൻ എന്നുമെൻ്റെ തുണയാകുവാൻ വരദേ. അനുവാദം നീ തരില്ലേ, അനുവാദം നീ തരില്ലേ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ലാസ്റ്റ് വിദ്യാജിയുടെ കുറേ പാട്ടുകൾ കേൾക്കാറുണ്ട്. അതിൽ ഞാൻ ഇടയ്ക്ക് പാടുന്നത് കാറ്റിൻ മൊഴി എന്ന് പറഞ്ഞ പാട്ടാണ്. കാറ്റ് വീസുമ്പോത് ദിശകൾക്കിടയാതെ കാതൽ പേസുമ്പോത് മൊഴികൾക്കിടയാതെ பேசும் வார்த்தை போல மௌனம் புரியாது கண்கள் பேசும் வார்த்தை கடவுள் அறியாது. உலவி திரையும் காற்றுக்கு உருவம் தீண்ட முடியாது. காதல் பேசும் மொழியெல்லாம் சப்த கூட்டில் அடங்காது.
இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை. இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை. காற்றின் மொழியே ഒലിയാ. നമ്മൾ പാട്ട് പാടുന്നവരെ കുറിച്ച് പൊതുവെ പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് റെക്കഗ്നീഷൻ, പിന്നെ ഓഡിയൻസിന് ഫാൻസ് കിട്ടുന്നത്. ഫാൻസ് കൂടുതലും പെൺകുട്ടികളുടെ ഒരു ഫാൻസ്. പാട്ട് പാടുന്നവർക്ക് പെൺകുട്ടികൾക്കിടയിൽ ഒരു മൈലേജ് കൂടുതലുണ്ട്. അന്ന് ഗോകുലിന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഫാൻ ഗേൾസ് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓപ്പണായിട്ട് അടിപൊളിയായി എനിക്ക് ഇഷ്ടമാണെന്ന് കുറച്ചും കൂടെ പറയുന്നത് ചിലപ്പം പെൺകുട്ടികളാവാം, എനിക്കറിയില്ല. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ, അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടമാണെന്ന് കൂടുതലും അങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ. പാട്ട് പാടാൻ അറിയത്തില്ലാത്തവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ലല്ലോ. ചിലപ്പോൾ ആയിരിക്കാം. കാരണം പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താനുള്ളൊരു. അതെ. ഗൂഗിള് പാട്ട് പഠിച്ച കാര്യം പറഞ്ഞു. ഗൂഗിളിൻ്റെ ഗുരു ആരായിരുന്നു? കുറേ വർഷങ്ങളായിട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്നത് താമരക്കാട് കൃഷ്ണൻ നമ്പൂതിരി സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് പാട്ട്, ക്ലാസിക്കൽ മ്യൂസിക്. ചെറുപ്പത്തിലും ക്ലാസിക്കൽ മ്യൂസിക് തന്നെയാണ് പഠിച്ചത്. വിനോദ് സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഗിരീഷ്, നാവായിക്കുളം ഗിരീഷ് സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഹരിപ്പാട് സുധീഷ് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പം പഠിക്കുന്നത് കൃഷ്ണൻ സാറിന്. ഗുരുക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഗൂഗിളിലാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പം കൂടുതൽ ആവശ്യപ്പെട്ട ഒരു പാട്ടുണ്ട്, പാടിക്കണം എന്ന് പറഞ്ഞു. താളമയം. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോഘനശ്യാമായ മാനം. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം. ഗൂഗിളിൻ്റെ ഒരു ബാൻഡ് അത് നമുക്ക് പറഞ്ഞിട്ട് ഓക്കെ. എങ്ങനെയായിരുന്നു ഗൂഗിൾ ഈ ബാൻഡ് ഫോം ചെയ്യുക എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് അതിനകത്ത് മെമ്പേഴ്സിനെയൊക്കെ ചേർക്കുന്നത്? എങ്ങനെയായിരുന്നു? എനിക്ക് എപ്പോഴും എന്താ പറയുക, ബാൻഡിൻ്റെ കൂടെ പാടാനാണ് എപ്പോഴും ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തമ്മിലൊരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഗാനമേളകളിലൊക്കെ പോകുമ്പം നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളായിരിക്കില്ല ചിലപ്പോൾ എപ്പോഴും. അപ്പം ബാൻഡിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ കംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ കൂടുതലും ഷോസ് ചെയ്യുന്നത് ചിലപ്പോൾ കോളേജ് ഷോസ് ആയിരിക്കും. അപ്പോൾ കോളേജിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര നൂറിൽ എനർജിയിൽ നിൽക്കുന്ന പിള്ളേരായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീഡ്ബാക്ക്. നമുക്ക് ഒരു പാട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഒരു പാട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു ചിയറിങ് കാണുമ്പോൾ നമുക്ക് വീണ്ടും പാടാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് ബാൻഡിൻ്റെ കൂടെയാണ് പാടാൻ ഇഷ്ടം. പിന്നെ അതുപോലെ ഞാനിപ്പം ഒരു ഗോകുൽ ഗോപകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7 മെമ്പേഴ്സ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ ആ ബാൻഡിൽ. അപ്പം അതിൻ്റെ ഒരു കവർ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ എന്ന രീതിയിൽ ചെയ്ത് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്കമ്മിങ് ഷോസ് 1-2 വരുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. ഏതൊരു പ്രോഗ്രാമിൽ പോകുന്നതിലും എൻ്റെ ബാൻഡിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ നടക്കും എന്ന് വിശ്വസിക്കുന്നു. അതെ. ഗോകുൽ ഗോപകുമാറിൻ്റെ ലൈവ് കേൾക്കേണ്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ലൈവ് ഷോസൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. തുടരും സിനിമ മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു വലിയ കംബാക്ക് ആയിരുന്നു. ഒരുപാട് പേര് ആ സിനിമയിൽ അഭിനയിച്ച ശോഭന മേഡത്തിനെ സംബന്ധിച്ചൊരു തിരിച്ചുവരവായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ച ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച ആൾ ആനന്ദം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു തിരിച്ചുവരവ്. ഗൂഗിളിനെ സംബന്ധിച്ച് അത് ഒരു പുതിയൊരു വഴി തുറന്നു വരവായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ആണ്. അപ്പം ലാലേട്ടനൊപ്പം ഗോകുൽ ഗോപകുമാറും തുടരട്ടെ അതിമനോഹരമായിട്ട്. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക്സ്.